ഉറക്കത്തിനിടയ്ക്ക് ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ അറിയാറുണ്ടോ? ഒരു കുഞ്ഞുറുമ്പ് കടിച്ചാൽ നമ്മൾ ഉണരാറുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താ? അത്രത്തോളം നമ്മൾ ഉറക്കത്തിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വേദന അല്ല അത്. അതേപോലെ തന്നെ നമുക്ക് രാത്രിയിൽ പെട്ടെന്നൊരു വയറുവേദന വന്നാൽ നമ്മൾ ഛർദ്ദിച്ചാൽ നമ്മൾ ആദ്യം സംശയിക്കുന്നത് കഴിച്ച എന്തെങ്കിലും ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്. അത് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം മാറും അല്ലേ? ഇങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ? ഇങ്ങനെ വിചാരിച്ച് ഒരു പാവം കുഞ്ഞ് 8 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് പാമ്പ് കടിയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വെള്ളിക്കട്ടൻ എന്ന് വിളിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള കോമൺ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു പാമ്പ് നിങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അവനെ കടിച്ചത് 8 വയസ്സുകാരനെ കടിച്ചത്, അവനെയും അവൻ്റെ ചേട്ടനെയും ഇത് കടിക്കുകയുണ്ടായി. ചേട്ടൻ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ആ പിഞ്ചു ബാലൻ മരണപ്പെടുകയുണ്ടായി. വീട്ടുകാർ വന്ന് വീട്ടിൽ ബെഡിൽ പരിശോധിച്ചപ്പോഴാണ് തലയണയുടെ അടിയിൽ ഒരു കുഞ്ഞു പാമ്പിനെ കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ഒരു പാമ്പിൻ കുഞ്ഞാണ്. ഒരു പാമ്പിന്റെ കുഞ്ഞ് കടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മരണപ്പെടുക, ഒരേ സമയം 2 പേരെ കടിച്ച് ഒരു കുഞ്ഞ് മരണപ്പെട്ടു, രണ്ടാമത്തെ കുഞ്ഞിന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാവുമോ? ഇവ കടിച്ചിട്ടുണ്ടാകുന്ന മരണം പലപ്പോഴും ഇത് കടിച്ചിട്ടാണെന്ന് പലരും തിരിച്ചറിയാറ് പോലുമില്ല. ഉറക്കത്തിൽ വന്ന ഹാർട്ട് അറ്റാക്ക് എന്നെല്ലാം സംശയിക്കുന്ന തരത്തിലേക്ക് ഈ പാമ്പ് അപകടകാരിയാണ്. ഇത് ഏറെ അപകടകരമെന്ന് പറയാൻ കാരണം ഇതിന് ചുവരിൽ കയറാൻ പറ്റും. വളരെ സൈലന്റ് ആയിട്ട് ഉറക്കത്തിനിടയിൽ വന്ന് കടിച്ചാൽ ഇത് നമ്മൾ ഇടയ്ക്ക് ഉണരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. കോമൺ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ അഥവാ 8 അടി മൂർഖൻ എന്ന് വിളിക്കുന്ന പാമ്പ്, അതായത് പണ്ട് കാലത്ത് 8 അടി വീരൻ എന്നതിന് പേര് വരാൻ കാരണം തന്നെ ഇത് കടിച്ചു കഴിഞ്ഞാൽ 8 അടി നടക്കുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണ് മരിക്കുമെന്നാണ്. അതിശയോക്തി കുറച്ചുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ സത്യാവസ്ഥ ഇതുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശംഖുവരയൻ പാമ്പ് ഒരു മനുഷ്യനെ കടിക്കുന്ന ഒരു കടിയിൽ ഏകദേശം 10 മില്ലിഗ്രാം വരെ പാമ്പിന്റെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കും. മനുഷ്യൻ മരിക്കുന്നതിന് 2 മുതൽ 3 മില്ലിഗ്രാം മതി. ആ ഒരു സാഹചര്യത്തിലാണ് ആ പിഞ്ചു കുഞ്ഞിനെ ഇത് കടിക്കുകയും കുറച്ച് മണിക്കൂറുകൾക്കകത്ത് ഇത് മരണപ്പെടുകയും ചെയ്തത്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഒന്നും അവിടെ വലിയ പാടുണ്ടാവത്തില്ല, വേദന ഉണ്ടാവത്തില്ല, കടിച്ചു എന്ന് പോലും അറിയത്തില്ല. പിഞ്ചു കുഞ്ഞിനെ കടിച്ചത് ചുണ്ടിലാണ്. ചുണ്ടിൽ കടിച്ചതിന് പാട് കാര്യമായിട്ടില്ല. എന്നിരുന്നാലും ഡോക്ടർ ഈ ലക്ഷണങ്ങളും ആ പാടും വെച്ചിട്ട് പറഞ്ഞ സംശയത്തിൽ മാത്രമാണ് ഇത് വെള്ളിക്കെട്ടനാണോ എന്ന് സംശയം ഉണ്ടായത്. ഇങ്ങനെ കടിച്ച ശരീരത്തിലേക്ക് ഈ വിഷം എത്തിക്കഴിഞ്ഞാൽ ഇത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയാണ്, നമ്മുടെ നെർവുകളുടെ ആ ഒരു സെൻസേഷനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുക. ഓർക്കാനോ അതികഠിനമായ വയറുവേദനയാണ് തുടക്കത്തിലെ കാണിക്കുന്ന ലക്ഷണം. അതോടൊപ്പം കാഴ്ച ചെറിയ മങ്ങൽ കണ്ടു എന്ന് വരാം. ക്രമേണ ഇത് ശരീരത്തിലെ മസിലുകളെ ഒരു പാരാലിസിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. വായ തുറക്കാൻ പറ്റാത്ത ലോക്ജ, അതായത് നമ്മുടെ മസിലുകൾ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കണ്ടു എന്ന് വരാം. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഇത് കടിച്ച് ആ വിഷം ശരീരത്തിൽ ബാധിച്ച് 4 മുതൽ 5 മണിക്കൂറിൽ തന്നെ കടി കൊണ്ട ആള് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. മരിക്കുന്നത് ശ്വാസകോശം പാരാലിസിസ്, അതായത് ശ്വാസം എടുക്കാൻ പറ്റാതെ ശ്വാസകോശം പൂർണ്ണമായിട്ടും റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടായിട്ടാണ് മരണത്തിലേക്ക് ഒരാൾ എത്തുന്നത്. സാധാരണ കടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആദ്യത്തെ 1-1.5 മണിക്കൂറിനകത്ത് ആന്റിവനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇനി സപ്പോസ് ഇത്തരത്തിലൊരു പാമ്പിന്റെ കടി കിട്ടിയെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലക്ഷണം കാണുന്നവരെ നോക്കി നിൽക്കാതെ ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലോ എത്തിക്കുക. നമുക്ക് ജീവൻ രക്ഷിക്കാൻ ആദ്യത്തെ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഇതിന്റെ ഗോൾഡൻ അവേഴ്സ് ആണ്. നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും.